ഞാന് ഇന്ന് തൊട്ട് 75 ഡേയ്സ് സോഫ്റ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. സോഫ്റ്റ് ചലഞ്ച് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. ഹാർഡ് ചലഞ്ച് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. 75 ഹാർഡ് ചലഞ്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് പക്ഷെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. 75 സോഫ്റ്റ് ചലഞ്ച് അതുപോലെ തന്നെ, പക്ഷെ അത്ര ഒരു ഇന്റൻസിറ്റി ഇല്ല. അത് കാരണം നമുക്ക് തുടക്കക്കാർക്ക് ചെയ്യാൻ ഇത്തിരി എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ 75 ഹാർഡ് തൽക്കാലം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യാൻ 75 സോഫ്റ്റ് ചെയ്തു തുടങ്ങാണ്. ഇതിന്റെ റൂൾസ് 5 റൂൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ഹെൽത്തി ഡയറ്റ്. നമ്മൾ പുറത്തുനിന്ന് ജങ്ക് ഒന്നും കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. പക്ഷെ അത് എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ 2, 3 ലിറ്റർ വെള്ളം കുടിക്കുന്നത്. പിന്നെ 3, ഏതെങ്കിലും ഒരു നോൺ ഫിക്ഷൻ അല്ലെങ്കിൽ ഫിക്ഷൻ ബുക്ക് 10 പേജ് ഡെയിലി വായിക്കാം. അതാണ് 3ാമത്തെ റൂള്. 4ാമത്തെ റൂൾ എന്ന് പറയുന്നത് 45 മിനിറ്റ് നമ്മൾ എന്നും എക്സസൈസ് ചെയ്യുക. അത് ഇൻഡോർ വർക്കൗട്ട് ആവാം, ഔട്ട്ഡോർ ആവാം, ഏതായാലും കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്താൽ മതി. പിന്നെ 5ാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി വൺസ് ഫോട്ടോ എടുത്ത് വെക്കുക. നമുക്ക് എന്താ മാറ്റം വന്നതെന്ന് ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട്. 5 കാര്യങ്ങളാണ് 75 സോഫ്റ്റ് ചലഞ്ചിന്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നെന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്, എന്റെ ഡയറ്റ് എന്താന്നൊക്കെ ഞാൻ വീഡിയോയില് കാണിക്കാം. ഞാൻ ആദ്യം തന്നെ രാവിലെ ചെയ്തത്, നമുക്ക് 3 ലിറ്റർ വെള്ളം കുടിക്കണമല്ലോ. അപ്പം ഞാൻ അത് അളന്നെടുത്ത്, ഇത് 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. അപ്പം 3 കുപ്പി വെള്ളം ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് ജീരക വെള്ളം തിളപ്പിച്ച് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ റാഗി സ്മൂത്തി ആവാന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെയായിട്ടും സ്മൂത്തി കുടിച്ചിട്ടില്ല ജീവിതത്തിൽ. എനിക്ക് സ്മൂത്തി, ജ്യൂസ് ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇന്നൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കുറേ പേരുടെ വീഡിയോസ് കാണാനുണ്ട്, ഈ റാഗി സ്മൂത്തി ഒക്കെ ഭയങ്കര ഹെൽത്തിയാന്നൊക്കെ പറഞ്ഞ്, നല്ല ടേസ്റ്റ്. അപ്പം അതിന് വേണ്ടി ഞാൻ 2 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ റാഗിയാണ് ഇട്ട് കലക്കി, പിന്നെ അതൊന്ന് നന്നായിട്ട് പതുക്കെ ബോയിൽ ചെയ്യാൻ വെച്ചു. അതായത് നല്ല ഫുൾ ഫ്ലെയിമിലല്ല, ഒന്ന് തിളച്ചിട്ട് 10 മിനിറ്റോളം നന്നായിട്ട് ബോയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തണുത്തിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പം അതിന് മുന്നേ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി ആണല്ലോ. അത് കാരണം അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലോട്ട് ഒരു റോബസ്റ്റയും പിന്നെ ഒരു 2 or 3 ഡേറ്റ്സും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു. പക്ഷെ കുടിക്കാനായിട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമില്ലാത്ത കാരണമായിരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. അങ്ങനെ തോന്നും. വൊമിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ വരണ പോലെയൊക്കെ തോന്നും. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കഴിച്ചെടുത്തു. നമ്മുടെ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് അമ്പലത്തിൽ പോയ കാരണം രാവിലെ തന്നെ ബുക്ക് നേരത്തെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബുക്ക് റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എടുത്തിരിക്കുന്ന ബുക്ക് ജോ സിൽവയുടെ മൈൻഡ് കൺട്രോൾ ബുക്കാണ്. ഇതിൽ മെഡിറ്റേഷൻ, ഹൗ ടു മെഡിറ്റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ബുക്ക് കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കും. അപ്പം അങ്ങനെ മടുക്കാതെ എങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താം എന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ 75 ഡേയ്സ് ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിക്കാന്ന്. അപ്പം നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കുറഞ്ഞു വരുന്നത്, ഓരോ സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ കുറഞ്ഞു വരല്ലേ. അപ്പം നമുക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടുമായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചതാണ്. എന്നിട്ട് ഞാൻ തന്നെ അത് നോക്കി പുളകം കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അടുത്തത് ഉച്ചയ്ക്കലത്തെ നോക്കണം. ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ ചപ്പാത്തിയും സോയയാണ് ഉണ്ടാക്കിയത്. 2 ചപ്പാത്തി കഴിച്ചു. സോയ പിന്നെ ആവശ്യത്തിലധികം നല്ലോണം കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്കലത്തെ പരിപാടിയും കഴിഞ്ഞു. പിന്നെ രാവിലെ ഇതുപോലെ എക്സസൈസ് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ഞാൻ നടക്കാൻ പോയി. ഒരു 45 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ നടന്നു. ഒരു 1 അവറൊക്കെ നടന്നു. രാത്രി കടല തോരനാണ് വെച്ചത്. അതിൻ്റെ കൂടെ ചോറോ ചപ്പാത്തിയോ ഒന്നും ഉണ്ടാക്കിയില്ല. വെറുതെ കടല ഉപ്പേരി അല്ലെങ്കിൽ കടല തോരൻ അത് മാത്രം കഴിച്ചു. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ 75 സോഫ്റ്റ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു.